കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിയറം 1 ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പ്രപ്പോസിഷൻ 2, ആ തിയറത്തിന് ശേഷമുള്ള ഒരു പ്രപ്പോസിഷൻ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ പ്രപ്പോസിഷൻ 2ൽ എന്താ പറയുന്നത്? സി ഒരു കൗണ്ടബിൾ സബ്സെറ്റ് ഓഫ് ആൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഒരു ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലെ ഒരു കൗണ്ടബിൾ സബ്സെറ്റ് ആണ് സി. ദെൻ ദർ ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ f on open interval AB that is continuous only at a point in open interval AB minus C. അതായത് നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഓപ്പൺ ഇൻ്റർവൽ എ ബി ഉണ്ട്, അതിലൊരു കൗണ്ടബിൾ സബ്സെറ്റും കണ്ടുപിടിക്കാൻ പറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയുള്ള ഇൻക്രീസിങ് ഫംഗ്ഷൻ? ആ ഇൻക്രീസിങ് ഫംഗ്ഷൻ സിയിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും, സിയിൽ മാത്രം ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഓപ്പൺ ഇൻ്റർവൽ എ ബി മൈനസ് സിയിൽ കണ്ടിന്യൂസ് ആവുന്ന ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനെ എപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ പ്രപ്പോസിഷൻ 2ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സി ഫൈനൈറ്റ് പോയിന്റ് ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ഫൈനൈറ്റ് പോയിന്റ് ആണെങ്കിൽ ആ ഒരു പോയിന്റിൽ മാത്രം വരുന്ന ഡിസ്കണ്ടിന്യൂറ്റീസ് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ കൗണ്ടബിൾ ആണ്. നമ്മൾ എടുക്കാൻ പോകുന്നത് ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഇൻ്റർവൽ നമ്മുടെ കയ്യിലുണ്ട്. സി ഒരു കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഓപ്പൺ ഇൻ്റർവൽ എ ബിൻ്റെ ഉള്ളിലെ ഒരു കൗണ്ടബിളും ഇൻഫൈനൈറ്റുമായിട്ടുള്ള സബ്സെറ്റാണ് സി എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ നമുക്കറിയാം കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫസ്റ്റ് അതിലത്തെ ഒരു സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് അതിൽ പറയാൻ പറ്റില്ല അതിൽ ഫസ്റ്റ് എലമെന്റ് ഇതാണ്, സെക്കൻഡ് എലമെന്റ് ഇതാണെന്ന്. അപ്പോൾ നമ്മൾ സിയിലെ എലമെന്റ്സിനെ എന്തെന്ന് പറഞ്ഞു? Q1, Q2, Q3 ഇങ്ങനെ പോകും. ഇങ്ങനെ പോകുന്ന ഒരു കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റാണ് നമ്മൾ സി എന്ന് പറയുന്നത് എടുത്തു. അപ്പോൾ നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു എഫ് എന്ന് പറയുന്ന ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മുടെ ഈ ഓപ്പൺ ഇൻ്റർവൽ എ ബി മൈനസ് സിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ സിയിൽ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. സി അല്ലാത്ത പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആവും. അങ്ങനത്തെ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ പ്രപ്പോസിഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സി എന്ന് പറയുന്നത് എന്തായിട്ടെടുത്തു? നമ്മൾ ഒരു കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റ് ആയിട്ട് എടുത്തു. ആ സിയിൽ നമ്മൾ പോയിന്റ്സിനെ ഞാനിവിടെ എഴുതിയത് തന്നെയാണ് കേട്ടോ അവിടെ എഴുതിയിരിക്കുന്നത്. സെറ്റ് QN, N വേരീസ് ഫ്രം 1 to N ഇൻഫിനിറ്റി ആണ് നമ്മുടെ സി എന്ന് പറഞ്ഞാൽ. സി ഈക്വൽ ടു എന്താണ്? സെറ്റ് Q1, Q2, Q3 എക്സെട്ര ഇങ്ങനെ പോകും. നമ്മൾ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഒരു എഫ് ഓഫ് എക്സ് എങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നേ പറഞ്ഞിട്ടുള്ളൂ പ്രപ്പോസിഷനിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എഫ് ഓഫ് എക്സിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തു? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സമ്മേഷൻ n such that Qn less than or equal to x ആവുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ 1/2n എന്ന രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക, നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് നമുക്ക് ഇൻക്രീസിങ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? ഒരു u ലെസ് ദാൻ v ആവുന്ന സമയത്ത് എഫ് ഓഫ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വി ആണ് എപ്പോഴും എങ്കിലും നമ്മൾ പറയും എന്താണ്? ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എഫ് ഓഫ് യു എഫ് ഓഫ് യു ലെസ് ദാൻ എഫ് ഓഫ് വി എന്ന് പറയണമെങ്കിൽ ഇതിന് പകരം എന്തു കാണിച്ചാൽ മതി? നമുക്ക് എഫ് ഓഫ് വി മൈനസ് എഫ് ഓഫ് യു ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതിയല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു?
ഫസ്റ്റ് എഫ് ഓഫ് വി മൈനസ് എഫ് ഓഫ് യു കൺസിഡർ ചെയ്തു. നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് എന്താണ് എഫ് ഓഫ് യു എന്ന് പറയുന്നത് ഇതാണല്ലേ, സെറ്റ് ഓഫ് ഓൾ n such that qn less than or equal to v summation 1/2 raised to n. അതേപോലെ ഇത് v മൈനസ് എഫ് ഓഫ് യു എന്നല്ലേ, അപ്പോൾ ഇത് യു ആണ്. അതായത് സെറ്റ് ഓഫ് ഓൾ n such that qn less than or equal to u 1/2n. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയിട മക്കളെ. അപ്പോൾ ഈ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരെണ്ണം ഇവിടെ വരെയുള്ള സമ്മ്, ഇതാണല്ലോ നമ്മുടെ വി എന്ന് പറയുന്നത്. ഒരെണ്ണം ഇതുവരെയുള്ള സമ്മ്. അപ്പോൾ ഇതുവരെയുള്ള സമ്മെന്ന് ഇത്രയും വരെയുള്ള സമ്മ് കുറയ്ക്കുമ്പോൾ ബാക്കി നമുക്ക് എത്ര ഉണ്ടാവുള്ളൂ? ഇത്രയും ടേംസ് അല്ലേ ഉണ്ടാവുള്ളൂ നമുക്ക് റിമൈനിങ് ആയിട്ട്. അപ്പോൾ അതാണ് ഈ ഇരിക്കുന്നത് സമ്മേഷൻ. എവിടെ തൊട്ട് എവിടെ വരെയുള്ളതാണ് ഉണ്ടാവുക? യു മുതൽ വി വരെയുള്ളത്. അപ്പോൾ സമ്മേഷൻ n such that u less than qn less than or equal to v summation 1/2 raised to n. അപ്പോൾ നമുക്കറിയാം അല്ലേ, 1/2 raised to n വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 അല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ യു ലെസ് ദാൻ വി ആണെങ്കിൽ നമുക്ക് എപ്പോഴും എഫ് ഓഫ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വി എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് എഫ് ആണ് എന്താണ്? ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് കിട്ടി. നമുക്ക് കാണിക്കേണ്ടത് ഇനി ഫംഗ്ഷന് സിയിൽ മാത്രമേ ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളൂ എന്ന് കാണിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സിയിൽ മാത്രം എന്ന് കാണിക്കുന്നതിന് മുമ്പ് ആദ്യം സിയിൽ അതെന്താണെന്ന് കാണിക്കാം, ഡിസ്കണ്ടിന്യൂസ് ആണ് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എഫ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സിയിലെ ഒരു പോയിന്റ് എടുത്തു. ലെറ്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു സി. അപ്പോൾ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സി എന്ന് പറയുന്നത് എങ്ങനെയുള്ള രീതിയിലായിരുന്നു? Q1 Q2 Q3 ഇങ്ങനെ പോകുന്നതല്ലേ. അപ്പോൾ ക്യൂ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഇതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? നമ്മുടെ എക്സ് നോട്ടായിട്ട് എടുക്കുക. അപ്പോൾ ഈ എക്സ് നോട്ട് ആർബിട്രറി ആയിട്ടൊരു പോയിന്റ് എടുത്തു. അതിലെന്താന്ന് കാണിക്കണം? നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആണ് കാണിക്കണം. അപ്പോൾ നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി കാണിക്കാൻ എന്താ നമ്മൾ ചെയ്യുക? സാധാരണ എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഒരു ഡെൽറ്റ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടും അല്ലേ. പക്ഷെ ഇത് എന്താ കാണിക്കണം? അപ്പോൾ ഒരു ഗ്രേറ്റർ ദാൻ എപ്സിലോൺ എന്നുള്ള രീതിയിൽ വരണം. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് ആദ്യം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ജനറൽ എഴുതുന്നതിന് മുമ്പ് ഞാൻ ഒരു പെർട്ടിക്കുലർ കേസ് എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അതെങ്ങനെയാണ് വരുന്നത് എന്നൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ Q1 ഒരു 1/2 ആണെന്ന് വിചാരിച്ചോ. ഇതാണ് നിങ്ങളുടെ സി എന്ന് വിചാരിച്ചു. Q2 ഒരു 3/2. ഇതാണ് നിങ്ങളുടെ സി എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മളിങ്ങനെ ഞാൻ പറയാണ്, എക്സ് ലെസ് ദാൻ 1/2. എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 1/2 ആവുന്ന സമയത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? നമ്മൾ ഇങ്ങനെയാണല്ലേ, Qn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് നോട്ട്. അതായത് എക്സ് നോട്ടിലും ചെറിയ ഒരു ഡിസ്കണ്ടിന്യൂസ് അല്ലെങ്കിൽ ചെറിയ സിയിലെ നമ്മൾ എടുക്കുന്ന എക്സിനെക്കാട്ടും ചെറിയൊരു പോയിന്റ് അവിടെ സിയിൽ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ 1/2 raised to n കൊടുക്കും. അപ്പോൾ നമ്മൾ എക്സിന് 1/2ലും ചെറിയ സിയിലെ പോയിന്റ് ഉണ്ടോ? ഇല്ല. ഇനി സിയിൽ ആദ്യം 1/2 3/2 ഉള്ളൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ 1/2ലും ചെറിയ പോയിന്റുകളൊന്നും എക്സിനില്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താവും? 0 അല്ലേ. ഇവിടെ ഫംഗ്ഷൻ വാല്യൂ സമ്മേഷനിൽ കൊടുക്കാനൊന്നും ഇല്ല. ഇനി അടുത്തൊരു ഇൻ്റർവെൽ നമ്മൾ കൊടുത്തു 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3/2. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്താൽ നിങ്ങൾ നോക്ക്. അപ്പോൾ 1/2
എഫ് ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു 1/2 ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ കറക്റ്റ് ആ ഒരു പോയിന്റേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൻ സച്ച് ദാറ്റ് ക്യു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് നോട്ട് ആകുമ്പോൾ 1/2n. അപ്പോൾ എക്സ് നോട്ടിൻ്റെ വാല്യൂ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എന്തെടുത്തു, 1/2 വന്നു. 1/2 വരുമ്പോൾ ആ 1/2നെക്കാട്ടും ചെറിയ വാല്യൂ എവിടെയാണ് വരുന്നത്, 1/2 Qn എന്ന് പറയുമ്പോൾ അവിടെ 1/2 വരും. അപ്പോൾ അതാണ് നമ്മുടെ Q1. അപ്പോൾ ഇതെന്തോന്ന് വരും, 1/2 വരും. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള പോയിന്റിനെക്കാട്ടൊന്നും ചെറിയ വേറെ വാല്യൂ ഇല്ല അല്ലേ, പിന്നെ 3/2 എടുക്കുന്നുമില്ല. അപ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്ത് വരും, 1/2 എന്ന് വരും. ഇനി അടുത്തത് എന്താ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3/2. അപ്പോൾ ഇതിന് 3/2ന് ശേഷമുള്ള ഏത് എക്സ് എടുത്താലും അതിനെ താഴെ രണ്ട് Q1 ഉം Q2 ഇല്ലേ, നമ്മുടെ 1/2 ഉണ്ട് 3/2 ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ Q1, ഇതാണ് നമ്മുടെ Q2. അപ്പോൾ എന്ത് വരും, 1/2 + 1/2 എന്ന് പറയുമ്പോൾ 1/4 വരും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നിങ്ങൾ നോക്കിക്കേ, എക്സ് ലെസ് ദാൻ 1/2 മൊത്തം അത് 0 ആണ്. അപ്പോൾ ലെസ് ദാൻ 1/2 വരെ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ്. ഈക്വൽ ടു 1/2 കണ്ടോ, അതിന് പെട്ടെന്നൊരു ജമ്പ് വന്നു, എങ്ങോട്ട് വന്നു, 0 എന്ന് നേരെ അത് 1/2 എടുത്ത് ചാടി. ഇനി 1/2 മുതൽ 3/2 വരെ ഫംഗ്ഷൻ വാല്യൂവിന് വ്യത്യാസമൊന്നുമില്ല, അതെന്തായിപ്പോയി, 1/2 ആയിട്ട് തന്നെ അങ്ങ് പോയി. ഇനി അടുത്ത ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് വന്നത് 3/2 ആണ് അല്ലേ. 3/2 നേരെ പിന്നെ അത് ജമ്പ് ചെയ്തു, എങ്ങോട്ട് ജമ്പ് ചെയ്തു, 1/4 മാറി. അപ്പോൾ ഓരോ ക്യൂകളിലും അതിനെന്ത് വരുന്നുണ്ട്, ജമ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടി ഓരോ സികളിലും അതിനെന്തുണ്ട്, ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ഞാൻ ഒരു പർട്ടിക്കുലർ കേസ് എടുത്ത് നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഈ സമ്മേഷൻ Qn എന്നൊന്നും പറഞ്ഞ് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ജനറൽ കേസ് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു QQ എടുത്തു. എന്നിട്ട് എന്ത് കൊടുത്തു, എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് കൊടുത്തു. അപ്പം എന്ത് വരും, സമ്മേഷൻ n സച്ച് ദാറ്റ് Qn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് നോട്ട് 2n കിട്ടി. ഇനി Qn ലെസ് ദാൻ 1/2n കിട്ടി. അപ്പോൾ എപ്പോഴും നമുക്ക് എന്ത് കിട്ടും, അതൊരു ഗ്രേറ്റ് എക്സ് എന്ന് പറയുന്നത് കണ്ടോ, എക്സ് എവിടെയാണ്, എക്സ് നോട്ടിനെക്കാട്ടും ചെറുതാണ്. മനസ്സിലായോ, എക്സ് നോട്ടിനെക്കാട്ടും ചെറുതാണ്. അപ്പം നമ്മുടെ സം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ബാക്കി കുറച്ച് ടേംസ് ഇവിടെ നോക്ക്, എക്സ് നോട്ടിനെക്കാട്ടും ചെറുതാണ്. അപ്പോൾ നിങ്ങൾ ഒരു എന്ത് കൊടുത്തു, എഫ് ഓഫ് 1/2 മൈനസ് ഇതിലത്തെ ഏത് ടേം കൊടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും, 1/2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അടുത്തത് നിങ്ങൾ 3/2 കൊടുത്തു എന്ന് വിചാരിച്ചു, എഫ് ഓഫ് 3/2 മൈനസ് എഫ് ഓഫ് 1/2 എന്ന് കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും, 1/2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. കാരണം ഇവിടെ ഒരു ടേം മാത്രമേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എപ്പോഴും എന്ത് വരും, ഇതിൻ്റെ സം അതായത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒരു 1/2k എന്ന് കിട്ടും. അപ്പോൾ നിങ്ങളൊരു എപ്സിലോണായിട്ട് 1/2k എടുത്താൽ എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2k ഫോർ ഓൾ എക്സ് ലെസ് ദാൻ എക്സ് നോട്ട് എന്ന് കിട്ടും. അതായത് ഫംഗ്ഷൻ എന്താണെന്ന് കിട്ടി, നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് എക്സ് നോട്ട് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കാണിക്കാനുള്ളത് സി എന്ന് പറയുന്ന പോയിന്റിൽ മാത്രം ഡിസ്കണ്ടിന്യൂസ് ആവുന്ന ഇൻക്രീസിങ് ഫംഗ്ഷൻ കിട്ടുന്നതായിരുന്നു നമുക്ക് കാണിക്കാനുള്ള പ്രൊപ്പോസിഷൻ്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ കിട്ടുന്ന കാണിച്ചു നമ്മൾ. സി എന്ന് പറയുന്ന പോയിന്റുകൾ, സിയിലെ പോയിന്റുകളിൽ ഫംഗ്ഷൻ എന്താണെന്നും കാണിച്ചു, ഡിസ്കണ്ടിന്യൂസ് ആണെന്നും കാണിച്ചു. ഇനി നമുക്ക് കാണിക്കേണ്ടത് സിക്ക് പുറത്തുള്ള പോയിന്റിലൊക്കെ എന്താണെന്ന് കാണിക്കണം, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കൂടി കാണിക്കണം. അപ്പോൾ ഈ പറയുന്ന സാധനം നിങ്ങൾ എഴുതണം. ഇപ്പം ഞാൻ ഈ ബ്രാക്കറ്റിലിട്ട് വെച്ചിരിക്കുന്ന സാധനം നിങ്ങൾ എക്സാമിന് എഴുതണമെന്നില്ല കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയെന്നുള്ളൂ. അതായത് ഞാനൊരു പുതിയൊരു എക്സ് നോട്ട് എടുക്കുകയാണ് കേട്ടോ. എക്സ് നോട്ട് എന്നുള്ള നൊട്ടേഷൻ കണ്ടിട്ട് അത് നിങ്ങൾ
സി എന്നാന്ന് വിചാരിക്കരുത്. ഇപ്പൊ നമ്മളെടുത്ത എക്സ് നോട്ട് എവിടെയുള്ളതാ? എക്സ് നോട്ട് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ എ ബി മൈനസ് സിയിലെ ഒരു എക്സ് നോട്ട് നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് എഫ് എക്സ് നോട്ടിൽ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കണം. അപ്പോൾ ഒരു ക്യു എൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എക്സ് നോട്ട് എന്താണെങ്കിലും ക്യു എന്നിൽ അവിടെ ഈക്വൽ ആയിരിക്കില്ല. കാരണം എന്താ? എക്സ് നോട്ട് എവിടെ ഇല്ല? സിയിൽ ഇല്ല. സിയിലുള്ള പോയിന്റുകളാണ് ക്യു എൻ. അപ്പൊ നമ്മുടെ എക്സ് നോട്ട് എന്തിനോട് ഈക്വൽ അല്ല? ക്യു എന്നിനോട് ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓപ്പൺ ഇന്റർവെൽ ഐ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? എക്സ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ക്യൂവിനെ അതിലെന്തൊന്നുമില്ല, നമ്മുടെ ക്യൂ കെകൾ ഇല്ലാത്ത ഒരു ഓപ്പൺ ഇന്റർവെൽ എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു? 1/2n എന്ന് പറയുന്നത് സമ്മേഷൻ കെ വേരീസ് ഫ്രം n+1 to ഇൻഫിനിറ്റി. കാരണം ഇത് നിങ്ങൾ നോക്കുക, ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതൊരു ജിയോമെട്രിക് സീരീസ് ആണല്ലോ. അപ്പോൾ ജിയോമെട്രിക് സീരീസിന്റെ സം എടുത്തതാണ് കേട്ടോ. n+1 to ഇൻഫിനിറ്റി വരെയുള്ള ടേംസ് ജിയോമെട്രിക് സീരീസിന്റെ സമ്മ് നമ്മൾ കണ്ടുപിടിച്ചതാണ് അത്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? അപ്പോൾ നിങ്ങൾ നോക്കിക്കോ. നമ്മൾ എടുത്തു വെച്ചു സിയിലാണ് Q1 Q2 Q3 എക്സെട്ര എന്ന് പറയുന്ന പോയിന്റ്. ഇപ്പൊ നമ്മൾ എടുത്ത എക്സ് നോട്ട് എവിടെയില്ല? സിയിൽ ഇല്ല. അപ്പോൾ കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിന്റ്സ് ആണേ ഉള്ളൂ. Q1 Q2 Q3 ഇങ്ങനെ. ഇപ്പൊ നമ്മൾ നേരത്തെ ഞാൻ എടുത്ത എക്സാമ്പിളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതിലേ നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി വരുള്ളൂ? ആ ക്യൂകളിൽ മാത്രമേ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുള്ളൂ. അതിൻ്റെ ഇടയിലുള്ള പോയിന്റിലൊക്കെ ഫംഗ്ഷൻ വാല്യൂ ഒരു സെയിം വാല്യൂ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒന്നും എന്ത് വരില്ല? ഡിസ്കണ്ടിന്യൂറ്റീസ് വരില്ല. അപ്പോൾ നമ്മുടെ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഇവിടെ എടുത്തു. എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഇവിടെ എടുത്തു. അപ്പോൾ ഇവിടെ മക്കളെ നമുക്ക് നോക്കിയാൽ അറിയാലേ, ഈ എക്സ് നോട്ട് ക്യൂകൾ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ഐ എനിക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ ഇന്റർവെൽ എപ്പോഴും എന്തിനു ചുറ്റും എടുക്കാൻ പറ്റും? നമ്മുടെ എക്സ് നോട്ടിന് ചുറ്റും എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ഒരു അപ്പോൾ നമ്മുടെ ഈ അതിന് മുമ്പ് അല്ലെങ്കിൽ ഇനി എക്സ് നോട്ട് ഇവിടെയാണെങ്കിൽ ഇന്റർവെൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ക്യൂ കെകളൊന്നും എന്തിലില്ല? നമ്മുടെ ഐയില് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്താണെങ്കിലും സമ്മ എവിടെ വരുള്ളൂ? ഈ ജിയോമെട്രിക് സീരീസിന്റെ സമ്മ നിങ്ങളൊന്ന് നോക്കി എങ്ങനെയായിരിക്കും വരിക? ഇസ് ഈക്വൽ ടു 1/2n+1 പ്ലസ് 1/2n+2 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1/2n പുറത്തെടുത്താൽ ബാക്കി 1/2 പ്ലസ് 1/2² പ്ലസ് എക്സെട്ര. ഇപ്പോൾ ജിയോമെട്രിക് സീരീസ് ആണ്, കോമൺ റേഷ്യോ 1/2 ആണ്. അപ്പോൾ അതിൻ്റെ സമ്മ കാണിക്കാൻ 1/2n ഇൻറ്റു എ എന്ന് പറയുന്നത് 1/2 ആണ്. 1 മൈനസ് r എന്ന് പറയുന്നതും 1/2 ആണ്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 1/2 മൈനസ് 1/2 1 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? ജിയോമെട്രിക് സീരീസിന്റെ സമ്മായിട്ട് എന്ത് കിട്ടി നിങ്ങൾക്ക്? 1/2n കിട്ടി. അപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എടുക്കുകയാണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇതിൽ ആ 1/2n കുറയ്ക്കും അല്ലേ? അപ്പം ഇതെന്ന് പറയുന്നത് എന്താണെങ്കിലും 1/2n-1 ചെറുതാണ്. അപ്പോൾ ഏതൊരു എപ്സിലോൺ > 0 എടുത്താലും നമുക്കറിയാം അല്ലേ, 1/2n-1 എന്ന് പറയുന്നത് <
എപ്സിലോൺ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ എഫ് എന്താന്ന് പറയാം, കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി മൈനസ് സി ഫംഗ്ഷൻ. ഇങ്ങനെ, അതായത് ഏതൊരു ഓപ്പൺ ഇൻ്റർവൽ എ ബി എടുത്താലും സി എന്ന് പറയുന്ന അതിൻ്റെ ഒരു കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് സി ഓപ്പൺ ഇൻ്റർവൽ എ ബി മൈനസ് സിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും ആവുന്ന രീതിയിൽ.